കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പാരന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പാരന്റ് എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ്, അവരൊരു ഗവൺമെന്റ് CDC പോയപ്പോൾ അവിടെ ഒരു 100 പാരന്റ്സും അവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ലോങ് അവേഴ്സ് ഓഫ് സ്ക്രീൻ ടൈം ഭയങ്കര എൻഗേജിൽ തന്നെ കൊടുത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ ഉണ്ടായതെന്നാണ്. സോ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നത് വഴി സ്പീച്ച് ഡിലേ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ മൈ ആൻസർ ഈസ് യെസ്. സോ WHO ഓരോ ഏജ് റേഞ്ചിലുള്ള കുഞ്ഞുങ്ങൾക്കും നിശ്ചിതമായ ഒരു സ്ക്രീൻ ടൈം പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ കുഞ്ഞിന്റെ ഏജ് ബിലോ 1 ഇയർ ആണെങ്കിൽ ആ കുഞ്ഞിന് നോ സ്ക്രീൻ ടൈം. ഇപ്പോൾ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവരുമായിട്ടുള്ള വീഡിയോ കോൾസ് ആണെങ്കിൽ ഓക്കെയാണ്, ബിക്കോസ് അവിടെ നല്ല രീതിയിൽ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഏജ് 1 to 2 ഇയേഴ്സ് ആണെങ്കിൽ ആ കുഞ്ഞിന് ലെസ് ദാൻ 1 അവർ ആണ് സ്ക്രീൻ ടൈം WHO റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ക്രീൻ ടൈം സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. അതായത് പാരൻസ് കുട്ടിയുടെ കൂടെ ഇരുന്ന് ഓരോ വീഡിയോസ് പോസ് ചെയ്ത് ആ വീഡിയോസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. ഇപ്പൊ റൈംസ് ആണ് കുഞ്ഞ് കേൾക്കുന്നതെങ്കിൽ റൈംസ് പോസ് ചെയ്ത് കുഞ്ഞിൻ്റെ കൂടെ ആക്ഷൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആക്ഷൻസ് ചെയ്യാൻ പാട്ട് പാടാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ ഏജ് 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ ആ കുഞ്ഞിന് മാക്സിമം 1 അവർ ആണ് സ്ക്രീൻ ടൈം പറയുന്നത്. ഈ ഏജിലും എന്ത് തന്നെ ചെയ്യണം, നമ്മൾ സൂപ്പർവൈസ്ഡ് സ്ക്രീൻ ടൈം തന്നെ കൊടുക്കണം. സ്ക്രീൻ ടൈം കഴിഞ്ഞതിനുള്ള ബാക്കിയുള്ള ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൂടെ ബുക്ക് റീഡിങ്ങിൽ എൻഗേജ് ചെയ്യുക. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുഞ്ഞ് ഒരുപാട് ലാംഗ്വേജസ് പിക്ക് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ ഫോളോ മീ.